ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ശബരിമല സന്നിധാനത്തിൽ പോയിട്ട് അയ്യപ്പനെ ഒന്ന് കാണണമെന്ന്. ശരിക്കും അയ്യപ്പൻ്റെ ഒരു വിളി വന്ന പോലെയായിരുന്നു. നമ്മുടെ ഈ യാത്ര വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് 1 മാസം കൊണ്ടാണ് നമ്മളിതെല്ലാം തീരുമാനിച്ചത്. അങ്ങനെ ഈ കുംഭമാസം 1-ാം തീയതി ഞങ്ങൾ ശബരിമലയ്ക്ക് പുറപ്പെട്ടു. പിന്നെ ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരാണ് ശബരിമലയ്ക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര രാവിലെ 5 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി. ഞങ്ങളൊരു കാറെടുത്ത് ഞങ്ങൾ 4 ആളും കൂടി പോവുമായിരുന്നു. അഞ്ച് മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. വളരെ വേഗം നമുക്കൊരു 9 മണിയൊക്കെ ആയപ്പം പമ്പയിലെത്താൻ പറ്റി.
ധാരാളം കുരങ്ങന്മാരെ കണ്ടു. അപ്പം ഒരു ശല്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്ഥലത്തല്ലേ നമ്മളെല്ലാവരും കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫുഡിൻ്റെ ഓരോ ഐറ്റംസൊക്കെ അവരുടെ അടുത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിതറി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് വൃത്തികേട് അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പമ്പ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് നടക്കാൻ. മണ്ഡലകാലം കഴിഞ്ഞല്ലോ, കുംഭമാസം 1-ാം തീയതി അല്ലേ, അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വിചാരം. പക്ഷേ മോശമില്ലാത്ത തിരക്ക് ഇവിടുന്ന് തന്നെ കണ്ടു. അപ്പം ഇതാണ് പമ്പാ നദി, അതിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജാണിത്. പക്ഷേ എനിക്കറിയില്ല, കുറേ പേരൊക്കെ ഞാൻ വീഡിയോ കാണുമ്പം വളരെ വൃത്തിയായിട്ടുള്ള പമ്പയാണ് കാണാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് ഉള്ള അനുഭവം നേരെ തിരിച്ചായിരുന്നു. വളരെയധികം വൃത്തികേടുകളും ഈ മുണ്ടും ജെട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ധാരാളം വൃത്തികേട് അവിടെ കണ്ടു. നമുക്ക് കാല് കഴുകാൻ പോലും തോന്നാത്ത അത്രയും ഒരു വൃത്തികേടായിരുന്നു. അപ്പം ഇവിടെയാണ് ആ ഒരു കുളിക്കുന്നതും എല്ലാ ആൾക്കാരും ഡ്രസ്സ് മാറ്റുന്നതൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. കുറേ ക്ലോക്ക് റൂംസ് ഉണ്ട്, അതേപോലെ ബാത്റൂമും ഇതൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ വൃത്തി കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് പമ്പ ഗണപതിയുടെ അമ്പലം. അവിടേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. അവിടെ ഒരു നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോൾ പമ്പ ഗണപതിയെ തൊഴുതിട്ട് നമ്മൾ കയറുമ്പോഴാണ് വെർച്വൽ ക്യൂവിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാവും. അവിടെ നമ്മൾ നേരത്തെ വെർച്വൽ ക്യൂവിന് ടിക്കറ്റ് എടുത്തത് കാണിക്കണം. അവർ ആധാറൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മളെ കടത്തി വിടും. അപ്പോൾ നമ്മൾ നേരത്തെ എടുക്കാത്തവരാണെങ്കിൽ അവിടെ തന്നെ ഒരു കൗണ്ടറും ഉണ്ട്, എടുക്കുകയും ചെയ്യാം. അങ്ങനെ അവിടെ നിന്നാണ് എല്ലാവരും മല കയറാൻ തുടങ്ങുക. അവിടുന്ന് 2 റോഡുണ്ട്. ഒന്ന് നീലിമല വഴിയുള്ള കയറ്റം കയറാം, അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് സ്വാമി അയ്യപ്പൻ റോഡാണ്. അവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ റോഡും അത്ര നല്ലതല്ല. പിന്നെ ട്രക്കും വരും, പിന്നെ ഡോളി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് വഴി നീലിമല വഴിയാണ് കയറിയത്. നല്ല കുത്തനെയുള്ള കയറ്റാണ്. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്പില്ല. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിടിക്കാനായിട്ടുള്ള കൈവരിയുണ്ട്. അപ്പോൾ അതിൽ പിടിച്ച് നമുക്ക് കയറാം. അതുപോലെ വേറൊരു പ്രശ്നം, പോകുന്ന ആൾക്കാരും തിരിച്ചു വരുന്ന ആൾക്കാരും എല്ലാം ഒരേ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും മെഡിക്കൽ ഫെസിലിറ്റിയും ചെറിയ ഹോസ്പിറ്റൽ പോലെയും എമർജൻസിക്ക് വേണ്ടിയിട്ട് എല്ലാ സംഗതികളും അവരവിടെ ശരിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല കുടിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു ചെറിയ സങ്കടം തോന്നി. കാര്യം ഇത്രയും അധികമൊക്കെ ചെയ്തിട്ടും അവർ വേസ്റ്റിനകത്ത് കറക്റ്റായിട്ട് ആരും ഇടുന്നില്ല. അത് ഇത്രയും ആളുകൾ വരുന്നതുകൊണ്ടായിരിക്കാം. വഴിയിലൊക്കെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ അതേപോലെ ചുക്കുവെള്ളം കൊടുക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും വളരെ പ്രയോജനം. കാര്യം കയറുന്ന സമയത്ത് എല്ലാവർക്കും ക്ഷീണമാവുമല്ലോ. പിന്നെ വഴിയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് ഷെഡുകളൊക്കെ എല്ലാ സ്ഥലത്തും ഇടവിട്ട് ഷെഡുകളുണ്ട് ഇതുപോലെ. അപ്പോൾ വെയിൽ കൊള്ളാണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ 10:20 കയറാൻ തുടങ്ങിയത്. അപ്പോൾ സന്നിധാനത്തിൽ ഞങ്ങൾ 12:30 ആയപ്പോൾ എത്തി. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വെയിൽ മുഴുവൻ ഞങ്ങൾ കൊണ്ടു. അതില്ലാതെ നമ്മൾ വൈകുന്നേരം ചെന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ഷീണം കുറയുമായിരുന്നു. ഒരു 3:30-4 മണിയാകുമ്പോൾ പുറപ്പെട്ടാൽ നമുക്ക് വൈകുന്നേരത്തെ ദർശനവും കിട്ടുമായിരുന്നു. അതായിരുന്നു ബെറ്റർ എന്ന് പിന്നെ തോന്നി. അങ്ങനെ ഞങ്ങൾ നടന്ന് അപ്പാച്ചിമേടിൻ്റെ ടോപ്പിലെത്തി. അവിടുന്ന് ഇനി ഒരു കുന്നും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ് ആണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം കൊച്ചു കുട്ടികളും വയസ്സായ ആൾക്കാരും ഒക്കെ എത്രയോ പേരിങ്ങനെ ചെരുപ്പൊന്നും ഇടാതെ കയറുന്ന കണ്ടപ്പം നമുക്കും തോന്നി നമ്മൾ ചെരുപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടി വന്നതല്ലേ. അപ്പം ഞങ്ങളും ഇതിങ്ങനെ പതുക്കെ കയറി. ഇതാണ് ശരംകുത്തി. ശരംകുത്തിയുടെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് മഹിഷാസുരൻ്റെ അനിയത്തിയായ മഹിഷിയെ കൊല്ലാനായിട്ടാണല്ലോ അയ്യപ്പൻ്റെ ജനനം. അപ്പം മഹിഷിക്ക് വരം കിട്ടിയിരുന്നു. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രന് മാത്രമേ മഹിഷിയെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ വരം കിട്ടിയതുകൊണ്ട് എല്ലാവരെയും ഉപദ്രവിച്ച് അങ്ങനെ നടക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ വിഷ്ണു മോഹിനിയായി ശിവനും വിഷ്ണുവിനും ഉണ്ടായ പുത്രനാണ് അയ്യപ്പൻ. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ മഹിഷിയെ കൊന്നു കഴിഞ്ഞപ്പോൾ മഹിഷി ഒരു സുന്ദരിയായിട്ടുള്ളൊരു യുവതിയായി മാറി. അപ്പോൾ ആ സുന്ദരിയായിട്ടുള്ള യുവതി അയ്യപ്പനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മോഹം പറഞ്ഞു. ആ യുവതിയാണ് മാളികപ്പുറത്തമ്മ. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ
എന്നാണോ ശബരിമലയിൽ കന്നി അയ്യപ്പന്മാർ വരാത്തത് അന്ന് ഞാൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കാം എന്നാണ്. അപ്പം കന്നി അയ്യപ്പന്മാർ വന്നാൽ അത് അറിയിക്കാനായിട്ടാണ് അവിടെ ഒരു ശരം കുത്തിവെക്കുന്നത്. ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളും കഥകളും ഒക്കെ ആണല്ലോ. എന്നാലും ഞങ്ങളും അവിടെ ഒരു ശരം കുത്തി. ഇങ്ങനെ ഇടയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ ഈ ഏരിയയിലാണ് മറ്റേ 2 വഴിയും കൂടി വന്ന് ജോയിൻ ചെയ്യുന്നത്. മരക്കൂട്ടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡാണ്. പിന്നെ കയറ്റം ഇറക്കമൊന്നുമില്ല, നേരെ പോയാൽ മതി. ധാരാളം കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേത്തേക്ക് ചാടും. പക്ഷെ എന്നാൽ അങ്ങനെയൊന്നും ആരും ഉപദ്രവിക്കുന്നൊന്നും കണ്ടില്ല. ഇങ്ങനെ കുറേ കുരങ്ങന്മാരെ കണ്ടു. അങ്ങനെ ഞങ്ങൾ സന്നിധാനത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ ആളുകളും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്കിങ്ങനെ വളരെയധികം നല്ലൊരു ഫീൽ തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം ഇതുപോലെ ആദ്യമായിട്ട് വരികയല്ലേ, അപ്പം നമുക്ക് കാണാനുള്ള ആഗ്രഹവും എല്ലാം കൂടി. പിന്നെ ഞങ്ങളിങ്ങനെ താഴെ ഇറങ്ങി അവിടെ കുറച്ച് നടന്നു. അപ്പം ആ ക്യൂവിൻ്റെ ലൈനിലൊന്നും വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടാവില്ല, ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ തിരക്കൊന്നും ഒട്ടുമില്ല, എല്ലാം കാലിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ നടന്നു നോക്കി. പിന്നെയാണ് മനസ്സിലായത് 12:45 1 മണിയാകുമ്പോഴത്തേക്കും, 1 മണി ഷാർപ്പ് ആകുമ്പോഴത്തേക്കും നട അടക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എത്താനുള്ള സമയവും ഇല്ല. നമ്മൾ 12:45 ഏകദേശം. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൃതിയിൽ തൊഴണ്ട, പതുക്കെ നമുക്ക് 4 മണിക്ക് തൊഴാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്നു. അങ്ങനെ നമ്മൾ നടന്നപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടൊരു കാഴ്ചയാണിത്. ആരും ഇല്ലാത്ത 18-ാം പടി കണ്ടിട്ട് ശരിക്കും നമ്മൾക്ക് ഇങ്ങനെ മനസ്സ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് സന്തോഷം കൊണ്ട് നമ്മളവിടെ കുറേ നേരം നിന്നു. നട അടയ്ക്കാനുള്ള സമയമായതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കില്ലാതെ നമുക്കവിടെ തൊഴാൻ പറ്റിയത്. അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക എനർജിയാണ്, നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും. ആ അയ്യപ്പൻ്റെ ആ ഒരു സാന്നിധ്യമോ എന്താണെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ 4 മണിയായപ്പോഴത്തേക്കും ധാരാളം ആളുകളായി, ഭയങ്കര തിരക്കായി. അവർ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കയറ്റി വിടുന്നുള്ളൂ. ഇനി അങ്ങനെയാണോ എന്നറിയില്ല, ഈ സൈഡ് അവർ വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഈ ക്യൂവിലൊന്നും ആരും ഇല്ലായിരുന്നു, ഈ ലൈനിലൊക്കെ കാലിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഫുള്ളായി, നിറച്ച ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഈ 2 മണിക്കൂർ ഗ്യാപ്പുള്ളപ്പം ധാരാളം ആൾക്കാർ താഴത്തുനിന്ന് കയറി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ, പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ കയറിയത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ദർശനം കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ട് വന്നില്ല, നല്ലോണം തൊഴാൻ പറ്റി. പക്ഷെ അന്നത്തെ ദിവസം വളരെയധികം തിരക്കായിരുന്നു എന്ന് പിന്നെ നമ്മൾ അറിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വന്നു, ഒന്ന് ഫ്രഷായി, പിന്നെ ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വീണ്ടും ക്യൂവിൽ പോയത്. പക്ഷേ അയ്യപ്പൻ അനുഗ്രഹിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ നന്നായിട്ട് തൊഴാൻ പറ്റി. തിരക്ക് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത് അന്ന് ഭയങ്കര റഷായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, വേഗം തൊഴാൻ പറ്റി. ഇത് നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൽ നിന്നപ്പോൾ സന്നിധാനത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. നല്ല തിരക്കാണ് അവിടെയും, എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വാവൂർസ്വാമിയുടെ നടയിൽ പോയി, അവിടെയും അതുപോലെ തൊഴുതു. അവിടെ തിരക്കൊന്നുമില്ല, ആരും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ ഈ ആളുകൾ വന്ന് താമസിക്കുന്ന ആൾക്കാരും ഒക്കെയാണ്. എല്ലാവരും ഇവിടെ തന്നെ കിടക്കുന്നു, അവിടെ തന്നെയാണ് കെട്ടി നിറയ്ക്കുന്നതും ഒക്കെ. ഇത്രയും ആൾക്കാർ ദൂരത്തു നിന്നൊക്കെ, എത്രയോ ദൂരത്തു നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർക്ക്, എത്ര ഭക്തിയാണ് അവർക്ക് നമുക്ക് ഫീലാവും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് അയ്യപ്പനെ ദർശനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജിയോ ആ ഒരു ഫീലോ നമുക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും മനസ്സിലാവില്ല ആർക്കും. അത് വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ മാളികപ്പുറത്തമ്മയും തൊഴുതു, മണിമണ്ഡപത്തിലും പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയി. തിരിച്ചിറങ്ങിയത് നമ്മൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരുന്നു. അത് നല്ല ബുദ്ധിമുട്ടാണ്, അവിടെ സ്റ്റെപ്പും ഇല്ല, നമുക്ക് പിടിക്കാനായിട്ട് കൈവരികളും ഒന്നുമില്ല. ഈ ഡോലിയിൽ ആൾക്കാരും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഇവരെ എങ്ങനെ 4 പേര് ഇങ്ങനെ ഇത്രയും വലിയ ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് അതിശയം തോന്നി.
അങ്ങനെ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് മല കയറാനും പറ്റി. അതേപോലെ നമ്മൾ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു എത്തി. എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും ഇനിയും അയ്യപ്പനെ കാണാൻ തിരിച്ചു വരണം എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് നമ്മളെല്ലാവരും തിരിച്ചു പോയത്. സ്വാമി ശരണമയ്യപ്പ.